അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ബഹുമാന്യരായ ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും നമ്മിൽ സദാ വർഷിക്കുമാറാവട്ടെ. മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം റബ്ബിനെ പരിചയപ്പെടുത്തുന്ന ഒരു ഭാഗം വിശുദ്ധ ഖുർആനിലെ 26-ാമത്തെ സൂറത്തായ സൂറത്തു ശുഅറായിലെ 77 മുതൽ 82 വരെയുള്ള ആയത്തുകളിൽ കാണുവാൻ സാധിക്കും. അദ്ദേഹം പറയുന്നത്, നിങ്ങൾ ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കളെല്ലാം തന്നെ എനിക്ക് ശത്രുവാണ്. എനിക്ക് മിത്രമായി അവലംബമായി എനിക്കുള്ളത് ലോകരക്ഷിതാവായ അള്ളാഹു തന്നെയാണ്. എന്നിട്ട് അദ്ദേഹം ആരാണ് അള്ളാഹു അഥവാ റബ്ബ് എന്ന് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ഞാൻ വിശ്വസിക്കുന്ന, ഞാൻ ഉൾക്കൊണ്ട, ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന എൻ്റെ റബ്ബിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് അദ്ദേഹം വിവരിക്കുന്നത് നമുക്ക് ഇങ്ങനെ വായിക്കുവാൻ സാധിക്കും. എൻ്റെ റബ്ബ് എന്നെ സൃഷ്ടിച്ചവനാണ്. അവൻ എനിക്ക് മാർഗദർശനം നൽകിയവനാണ്. അവനാണ് എനിക്ക് ഭക്ഷണം നൽകുന്നത് അഥവാ ഉപജീവനം നൽകുന്നത്. അവനാണ് എനിക്ക് പാനീയം അഥവാ കുടിക്കുവാനുള്ള സംവിധാനം ഒരുക്കിയത്. ഞാൻ രോഗിയായാൽ എനിക്ക് ശമനം നൽകുന്നതും അവൻ തന്നെയാണ്. എന്നെ മരിപ്പിക്കുകയും പിന്നീട് വീണ്ടും എന്നെ ജീവിപ്പിക്കുകയും ചെയ്യുന്നതും എൻ്റെ റബ്ബ് തന്നെയാണ്. എൻ്റെ പാപങ്ങൾ അവനിൽ നിന്ന് പുറത്തു കിട്ടണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ റബ്ബിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ റബ്ബിലാണ് ഞാൻ നിർഭയത്വം കണ്ടെത്തുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുത്ത, അദ്ദേഹം മനസ്സിലാക്കിയ ഇലാഹിൻ്റെ അഥവാ റബ്ബിൻ്റെ ഗുണങ്ങളാണ് അദ്ദേഹം വിവരിക്കുന്നത്. ഇവിടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ജനങ്ങളെ ക്ഷണിക്കുന്നത് അള്ളാഹുവിലേക്കാണ്. ജനങ്ങളെ ക്ഷണിക്കുന്നതിന് മുമ്പ് ആരാണ് എൻ്റെ റബ്ബ് എന്ന് അദ്ദേഹത്തിന് ശരിക്ക് ബോധ്യപ്പെടുകയും അല്ലെങ്കിൽ ബോധ്യമുണ്ടാവുകയും ആ ബോധ്യമായ അള്ളാഹുവിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുമ്പോൾ കൃത്യമായും അദ്ദേഹത്തിന് പറയാൻ സാധിക്കും, ഞാൻ ക്ഷണിക്കുന്ന രക്ഷിതാവിൻ്റെ ഗുണങ്ങൾ ഇതൊക്കെയാണ്. അതുകൊണ്ട് ആ രക്ഷിതാവിലേക്കാണ് ഞാൻ ക്ഷണിക്കുന്നത്. ആ റബ്ബിൽ നിങ്ങൾ വിശ്വസിക്കണമെന്നും ആ റബ്ബിനെ നിങ്ങൾ അവലംബമായി സ്വീകരിക്കണം എന്നുമാണ് എനിക്ക് പറയാനുള്ളത് എന്ന് ഇബ്രാഹിം നബി ജനങ്ങളോട് കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ തീർച്ചയായും ആളുകൾക്ക് അത് ഉൾക്കൊള്ളുവാൻ പ്രയാസം ഉണ്ടാവുകയില്ല. ഇതൊരു വലിയൊരു മാതൃകയാണ് ഇബ്രാഹിം നബി കാഴ്ചവെക്കുന്നത്. മറ്റൊന്നുമല്ല, നാം ക്ഷണിക്കുന്ന ആ റബ്ബ് അല്ലെങ്കിൽ നാം ഏതൊരു റബ്ബിലേക്കാണോ ആളുകളെ ക്ഷണിക്കുന്നത്, ആ റബ്ബ് ആരാണ് എന്ന് നമുക്ക് പൂർണ്ണമായും ബോധ്യമുണ്ടാവണം. അപ്പോൾ 2-3 ഗുണങ്ങളുണ്ട്. ഒന്ന്, ആ റബ്ബിലേക്ക് ക്ഷണിക്കുമ്പോൾ ആത്മാർത്ഥമായി ജനങ്ങളെ ക്ഷണിക്കുവാൻ സാധിക്കും. മറ്റൊന്ന്, നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണ എപ്പോഴും ഉണ്ടാവും. ഈ രൂപത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയ, എനിക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി തരുന്ന ആ റബ്ബിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് കൊണ്ടാണ് ഞാൻ ജീവിക്കേണ്ടത് എന്ന
കൃത്യമായ ഒരു കാഴ്ചപ്പാടിലേക്ക് മനുഷ്യന് വളരാൻ സാധിക്കണമെങ്കിൽ എൻ്റെ കൂടെയുള്ള എന്നോട് ഒപ്പമുള്ള എൻ്റെ കണ്ടനാടിയേക്കാൾ ഏറ്റവും അടുത്തവനായ എൻ്റെ റബ്ബ് ആരാണ് എന്ന് തിരിച്ചറിയാൻ ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്ക് നൽകിയ എൻ്റെ റബ്ബ് എൻ്റെ കൂടെയുള്ളപ്പോൾ ഞാൻ എന്തിന് മറ്റു ശക്തികളെ ഭയപ്പെടണം എന്നുള്ള ആ ഒരു നിർഭയത്വത്തിലേക്കും മനുഷ്യന് വരാൻ സാധിക്കും. അതുകൊണ്ട് ആരാണ് റബ്ബ് എന്ന് അറിയുക, ആ റബ്ബിലേക്ക് ആളുകളെ ക്ഷണിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന യഥാർത്ഥ മുവഹിദുകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.